മേൽമുറി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് വൃത്തിയാക്കൽ സേവായജ്ഞം നടന്നു. ബിജെപി മണ്ഡലം സെക്രട്ടറി വിപിൻ നാഥ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭയിലെ വാർഡ് 5 കുളപ്പുള്ളി മേൽമുറി കോളനിയിലെ കുത്തനെയുള്ള കോൺക്രീറ്റ് റോഡുകൾ നിർത്താതെ പെയ്യുന്ന മഴയുടെ പരിവെള്ളം ഒഴുകി പൂപ്പൽ പിടിക്കുകയും വഴുക്കൽ പിടിക്കുകയും ഗതാഗതത്തിനും ജനങ്ങളുടെ സഞ്ചാരത്തിനും ജീവനും സ്വത്തിനും അപായം സംഭവിക്കുന്ന തരത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബിജെപി മേൽമുറി എസിയുടെ ആഭിമുഖ്യത്തിൽ വൃത്തിയാക്കിയത്. നിരവധി വയോജനങ്ങളും കുട്ടികളും അമ്മമാരും കൂലിപ്പണിക്കാരും തിങ്ങി വസിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് സഞ്ചാരത്തിനുപയോഗിക്കുന്ന ഏക ആശ്രയമാണ് ഈ റോഡ്. എല്ലാ തവണയും കുമ്മായം, ബ്ലീച്ചിംഗ് പൗഡർ തുടങ്ങിയവ വാങ്ങി ഈ കുത്തനെയുള്ള റോഡിൽ വഴുക്കൽ പോകുന്നതിനു വേണ്ടി ഇടാറുള്ളതാണ്. എന്നാൽ ഇത്തവണത്തെ മഴയുടെ ദൈർഘ്യം അധികമായതുകൊണ്ടും വളരെ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഇവിടം വലിയൊരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ബിജെപി മേൽമുറി എസിയുടെ ആഭിമുഖ്യത്തിൽ പ്രഷർ വാഷർ പമ്പ് ഉപയോഗിച്ച് വഴുക്കൽ നിറഞ്ഞ റോഡ് വൃത്തിയാക്കുന്ന സേവായജ്ഞം നടത്തിയത്. മുൻ വാർഡ് കൗൺസിലറും ബിജെപി മണ്ഡലം സെക്രട്ടറിയുമായ വിപിൻ നാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് വിനോദ് സി, ജനറൽ സെക്രട്ടറി നിഷ സുദേവൻ, ബൂത്ത് പ്രസിഡന്റ് മനോജ് കെ എന്നിവരുടെ നേതൃത്വത്തിലാണ് വൃത്തിയാക്കൽ യജ്ഞം നടന്നത്. മെബിൻ മോഹൻ, സുദർശൻ ബി, അനുഷ കെ, ശരത് CS, അജിനി മണികണ്ഠൻ, പ്രദീപ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വൈകിട്ട് 5 മണിയോടെ ആരംഭിച്ച സേവായജ്ഞം രാത്രി വൈകിയാണ് അവസാനിപ്പിച്ചതെന്ന് ഏരിയ പ്രസിഡന്റ് വിനോദ് അറിയിച്ചു. യുവമോർച്ച യൂണിറ്റിലെ യുവാക്കളുടെ കൂട്ടായ്മ ഈ സേവന പ്രവർത്തനത്തിന് ശക്തി പകർന്നു എന്നും പ്രദേശത്തെ ജനങ്ങൾ വെള്ളം, വൈദ്യുതി എന്നിവ നൽകി പ്രവർത്തനം അവസാനിക്കുന്നതുവരെ കൂടെ ഉണ്ടായിരുന്നു എന്നും വിനോദ് പറഞ്ഞു. വരുന്നാളുകളിൽ ഏരിയയിൽ അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ബിജെപി മേൽമുറി ഏരിയ കമ്മിറ്റി സജീവമായി രംഗത്തുണ്ടാവുമെന്നും അറിയിച്ചു. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.